ഒരു ഗോത്രം അവിടെ ജീവിക്കുന്നു, ഒരു കുടുംബം അവിടെ ജീവിക്കുന്നു. ആ കുടുംബത്തിന്റെ സമ്പത്ത് അതെവിടെ ഇരിക്കണത്? വീട്ടിൽ കയറിയിട്ട് ചോദിക്കുന്നത് ആ സമ്പത്ത് എവിടെ ഇരിക്കണത്, ഏത് അലമാരയിലാണ് ഉള്ളത്, അല്ലെങ്കിൽ എവിടെ വെച്ചിരിക്കുന്നത്, അത് എനിക്ക് അറിയില്ല എന്ന് ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആള് പറഞ്ഞാൽ, അത് ഞാൻ അതിന്റെ അകത്ത് കയറിയിട്ട് അത് അവിടെ തെരഞ്ഞ് എനിക്കത് സാധനം കിട്ടുവാണെങ്കിൽ നിന്നെ ഞാൻ വധിക്കും എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന സ്പിരിച്വാലിറ്റി എന്താണ്? അവിടെ പ്രവർത്തിക്കുന്ന ആത്മീയത എന്താണ്? അവിടെ അവർ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവവിശ്വാസം എന്താണ്? ദൈവത്തിൽ നിന്നുള്ള ആത്മീയമായിട്ടുള്ള എന്ത് സംഭവമാണ് അവിടെ നടക്കുന്നത്? ഇത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കൂ. അപ്പോഴേ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒരാളുടെ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി അയാൾ ശ്രമിച്ചപ്പോൾ അയാൾ വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ ഷഹീദാണ്. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ആ നിയമം അനുസരിച്ചിട്ട് ഇയാൾ ഷഹീദല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഷഹീദും ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾക്ക് അതേ പ്രവൃത്തി ചെയ്ത അതൊക്കെ നരകാവകാശി ആയിക്കൊണ്ടുള്ള മരണവും അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതാണെന്ന് പറയാ. ഈ ഇരട്ടത്താപ്പല്ലേ ഈ പറയുന്ന മതങ്ങളെയൊക്കെ നിലനിർത്തുന്നത്?